ഏറ്റുവാങ്ങി ശ്രീ MT വാസുദേവൻ നായർ നടത്തിയ പ്രസംഗത്തിലാണ് ഇങ്ങനെ പറയുന്നത്: ഗ്രീൻ കേരള എക്സ്പ്രസ് കേരളത്തിലെ ഗ്രാമങ്ങളുടെ വാക്കും ശബ്ദങ്ങളും ദൃശ്യങ്ങളുമാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിധികർത്താക്കൾ കണ്ണം മാഷ്, RVG സർ, നിർമ്മല മാം, ഹേലി സർ, ഒപ്പം സുഗതകുമാരി ടീച്ചറും. കൃഷി ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് അടുത്ത കൃഷിയിടത്തിൽ രാസവളം പ്രയോഗിക്കുമ്പോൾ ഞങ്ങൾ മാത്രം ജൈവവളം പ്രയോഗിച്ചിട്ട് എന്ത് കാര്യമെന്ന് കർഷകർ ചോദിക്കുന്നത്. പ്രകൃതി കൂടി ഉൾപ്പെടുന്ന കൂട്ടായ്മയുടെ സംസ്കാരം ഇല്ലാതാകുമ്പോഴാണ് കൃഷി ഇല്ലാതാകുന്നത്. കൂട്ടായ്മയുടെ പദ്ധതികളുമായി എത്തിയ വേങ്ങാട് ഗ്രാമപഞ്ചായത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം വേദിയിലേക്ക്. വേങ്ങാട് പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു പ്രസിഡന്റ് CK രമ, വൈസ് പ്രസിഡന്റ് K ശശിധരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാലഗോപാലൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കല്ലാട്ട് രമേശൻ, ഒപ്പം കൃഷി ഓഫീസർ EK അജിമോൾ. എങ്ങനെയാണ് വേങ്ങാട് ഗ്രാമപഞ്ചായത്തിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്? കണ്ണൂർ ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയുടെയും തീരപ്രദേശത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന 28.09 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇടനാടാണ് വേങ്ങാട് ഗ്രാമപഞ്ചായത്ത്. വേങ്ങക്കാടുകൾ സമൃദ്ധമായി വളർന്നിരുന്നു. വേങ്ങക്കാട് ലോപിച്ചാണ് വേങ്ങാട് എന്ന് പേരുണ്ടായതെന്നാണ് ഐതിഹ്യം. ഏഷ്യയിലെ ഏറ്റവും വലിയ കറുപ്പത്തോട്ടം അതിൻ്റെ ഒരു ഭാഗം വേങ്ങാട് പഞ്ചായത്തിലായിരുന്നു. അതുപോലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചടക്കിയ സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒന്നാമത്തത് എന്ന് പറയുന്ന സബ് രജിസ്റ്റർ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വേങ്ങാട് പഞ്ചായത്തിലാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ കാലം അല്ലെങ്കിൽ എന്നെന്നും അവരുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മലയാളത്തിലെ പ്രസിദ്ധമായ നോവൽ ഇന്ദുലേഖ രചിച്ച O ചന്തുമേനോന്റെ വസതി, അതായത് പിതൃഭവനം നമ്മുടെ പഞ്ചായത്തിലായിരുന്നു. എന്തായാലും നമുക്ക് വേങ്ങാടിന്റെ ഗ്രാമക്കാഴ്ചകൾ കാണാം. പഴശ്ശിരാജാവിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള പ്രദേശമായിരുന്നു വേങ്ങാട്. ഇദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ ചിലത് ഇവിടെ നടന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ കറുപ്പത്തോട്ടത്തിന്റെ ഒരു ഭാഗം ഈ പഞ്ചായത്തിലാണ്. കൈത്തറി പണികൾ ചെയ്യുന്ന ധാരാളം ആളുകൾ പണ്ടു മുതൽക്കേയുള്ള സ്ഥലമാണ് വേങ്ങാട്. വേങ്ങാടൻ പാവുമുണ്ട് എന്ന ഉൽപ്പന്നം ഏറെ പ്രസിദ്ധമാണ്. ആയിരത്തി 1954 പ്രസിദ്ധമായ കേളാലൂർ ക്ഷേത്രപ്രവേശന സമരം ഇവിടെ നടന്നു. ഒരുപാട് വിശേഷങ്ങളുണ്ട് വേങ്ങാടിന് പറയാൻ. എന്തൊക്കെയാണ് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ? കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിൽ നെൽകൃഷി വികസനം, പുരയിട കൃഷി വികസനം, പച്ചക്കറി കൃഷി വികസനം, മൃഗസംരക്ഷണം, മാതൃകാ കാർഷിക ഗ്രാമം, അതുപോലെ സ്ത്രീ ശാക്തീകരണം, അതിനുവേണ്ടി പ്രത്യേക വനിതകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി കാർഷിക മേഖലയിൽ പ്രത്യേക പദ്ധതികൾ, പിന്നെ സമ്പൂർണ്ണ IT വിദ്യാഭ്യാസം നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിന് മാത്രമായുള്ള വെബ് പോർട്ടൽ ഞങ്ങളാണ് ആദ്യം സജ്ജരാക്കിയത്. വേങ്ങാട് പഞ്ചായത്തിന്റെ വികസന കാഴ്ചകളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വേങ്ങാട് പഞ്ചായത്തിലെ കാർഷിക പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാനും കൃഷി കൂടുതൽ ജനകീയമാക്കുന്നതിനും പഞ്ചായത്ത് തുടങ്ങിയ പദ്ധതിയാണ് മാതൃകാ കാർഷിക ഗ്രാമം പദ്ധതി. വേങ്ങാട് പഞ്ചായത്തിലെ 19ാം വാർഡിലെ 50 ഏക്കർ സ്ഥലത്താണ് ഈ മാതൃകാ ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ ഭാഗത്ത് 2 ഏക്കർ സ്ഥലത്തായി 20ഓളം ആളുകൾ ചേർന്ന് പച്ചക്കറി കൃഷി നടത്തുന്നു. 50ഓളം വീടുകളിൽ
പച്ചക്കറിത്തോട്ടവും പശു വളർത്തൽ, ആട് കൃഷി എന്നിവയും നടന്നുവരുന്നു. മൃഗസംരക്ഷണത്തിനുള്ള 1/3 ധനസഹായം പഞ്ചായത്ത് നൽകുന്നു. പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വിത്ത് സൗജന്യമായും വളം 50% സബ്സിഡിയോടെയും നൽകുന്നു. ഈ മാതൃകാ കാർഷിക ഗ്രാമം പദ്ധതിയെ കുറിച്ചൊന്ന് വിശദീകരിക്കാവോ? നമ്മൾ പഞ്ചായത്തിൻ്റെ മാതൃകാ കാർഷിക ഗ്രാമ പദ്ധതി 50 ഹെക്ടർ പ്രദേശത്താണ് നടപ്പിലാക്കുന്നത്. ഈ പ്രദേശത്ത് കാണുന്ന 10 ഏക്കർ വയലും ഇതിൻ്റെ ചുറ്റുപാടുമുള്ള 40 ഏക്കർ കരപ്പറമ്പുമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സമഗ്രമായിട്ട് കാർഷികവും അതിൻ്റെ അനുബന്ധ മേഖലകൾ, ഇപ്പോൾ പശു വളർത്തൽ, കോഴി വളർത്തൽ, ആട് വളർത്തൽ പോലുള്ള അനുബന്ധ മേഖലകൾക്കും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ കൃഷിക്കാർക്ക് പരമാവധി വരുമാനം ഉണ്ടാക്കുക, അവർക്കധികം തൊഴിൽ മേഖലകൾ ഈ പ്രദേശത്ത് തന്നെ സൃഷ്ടിക്കുക, അതുമൂലം ഇതിനൊരു നമ്മളൊരു മാതൃകാ ഗ്രാമമാക്കിയിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൂൺ കൃഷിയാണ് മാതൃകാ കാർഷിക ഗ്രാമത്തിലെ മറ്റൊരു പ്രധാന കൃഷി. 50% സബ്സിഡിയാണ് കൂൺ കൃഷിക്കായി പഞ്ചായത്ത് നൽകുന്നത്. ഇതിന്റെ വിൽപ്പന അതാത് യൂണിറ്റിൽ തന്നെയാണ് നടത്തുന്നത്. ആകെ 31 കൂൺ കൃഷി യൂണിറ്റുകൾ പഞ്ചായത്തിലുണ്ട്. വാളാഞ്ചിച്ചാൽ എന്ന പ്രദേശത്തെ ഗ്രാമപ്രഭ എന്ന വനിതാ യൂണിറ്റ് വീട്ടമ്മമാർക്കിടയിൽ കൃഷി സജീവമാക്കാനുള്ള ഒരു പദ്ധതിയാണ്. മാതൃകാ കാർഷിക ഗ്രാമ പദ്ധതിയെ കൂടാതെ മറ്റൊരു യൂണിറ്റ് കൂടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഗ്രാമപ്രഭ എന്ന പേരിലുള്ള ഈ യൂണിറ്റിൽ 25 സ്ത്രീകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂൺ കൃഷി, അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മണ്ണിര കമ്പോസ്റ്റ് കൂടാതെ കുറ്റിമുല്ല കൃഷിയും കപ്പ കൃഷിയും ഈ വനിതാ യൂണിറ്റ് നടത്തിവരുന്നു. വേങ്ങാട് പഞ്ചായത്ത് SGSOയുടെ 1.25 ലക്ഷം രൂപ സബ്സിഡി എത്തിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന സ്വരാജ് ഡയറി ഫാമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. 15 അംഗങ്ങളുള്ള പുരുഷ സ്വയം സഹായ സംഘം ചേർന്നാണ് ഈ ഫാം നടത്തിവരുന്നത്. 11 പശുക്കളാണ് ഇപ്പോൾ ഈ ഫാമിലുള്ളത്. ഇരുപത്തിയേഴ് പേർ അടങ്ങുന്ന ഈ പഞ്ചായത്തിലെ ഹരിത സംഘം 200 ടൺ പച്ചക്കറി പോയ വർഷം ഉൽപ്പാദിപ്പിച്ചു. വേങ്ങാട് പഞ്ചായത്തിന്റെ ജൈവഗ്രാമം പദ്ധതിയുടെ പച്ചക്കറി വിപണന കേന്ദ്രമാണ് ഈ കാണുന്നത്. പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പച്ചക്കറികളും ഇവിടെയാണ് വിപണനം ചെയ്യുന്നത്. ഹരിത സംഘത്തിന്റെ പച്ചക്കറി വിൽപ്പനയ്ക്കായി മമ്പറം എന്ന ജംഗ്ഷനിൽ പഞ്ചായത്ത് സബ്സിഡിയോടെ ആരംഭിച്ച ഒരു പച്ചക്കറി സ്റ്റോൾ പ്രവർത്തിക്കുന്നു. 25 ഹെക്ടർ സ്ഥലത്ത് നടക്കുന്ന ഈ പഞ്ചായത്തിലെ പച്ചക്കറി തോട്ടങ്ങളിൽ നിന്നുള്ള കായ്കനികളാണ് ഇവിടെ എത്തുന്നത്. വികസന പദ്ധതികളെക്കുറിച്ച് ജൂറിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് നോക്കാം. കണ്ണമാഷേ, കാർഷിക മേഖലയിലെ വേങ്ങാട് പഞ്ചായത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. അപ്പോൾ അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. നെൽകൃഷിയുടെ ഉൽപാദനക്ഷമത വർദ്ധിച്ചതായിട്ട് റിപ്പോർട്ട് ഇതിൽ കണ്ടു. 3-3.5 ടൺ ഹെക്ടറിൽ നിന്ന് 3 വർഷം കൊണ്ട് 4.5 ടൺ ഹെക്ടർ വരെ. 3 വർഷം കൊണ്ട് ഇതെങ്ങനെ സാധിച്ചു? 57% വർധനവ്. യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കൃഷിക്കാരെ അസംഘടിതരായിട്ട് നിന്നൊരു കാലത്താണ് നമ്മൾ ഈ നെൽകൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ പാടശേഖര സമിതികളെയൊക്കെ നല്ല രീതിയിൽ പുനഃസംഘടന നടത്തി എല്ലാ നെൽകൃഷിക്കാരെയും പാടശേഖര സമിതിയുടെ കീഴിൽ കൊണ്ടുവരികയും സമിതിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ കൂട്ടായിട്ടുള്ള കൃഷിയാണ് ചെയ്തത്. വിത്ത് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് 100% സബ്സിഡിയായിട്ട് പുതിയ വിത്ത് വാങ്ങി വിതരണം നടത്തി. ഇപ്പോൾ നാടൻ ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഉൽപാദനക്ഷമത വളരെ കുറഞ്ഞ ഇനങ്ങളാണ്. അവയെ കുറേയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അത്യുൽപാദന ശേഷിയുള്ള എനിക്കറിയേണ്ടതല്ല. ഇത് അതേ മണ്ണില് 3-3.5 ടൺ എന്നുള്ളത് 3 വർഷം കൊണ്ട് 4.5 ടൺ. അതിൽ പ്രവർത്തിച്ച പ്രധാന ഘടകം എന്താണ്? വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ കൂടുതൽ വെള്ളം കിട്ടിയത് കൊണ്ടാണോ, അതോ നല്ല വളം ചേർത്തുകൊണ്ടാണോ, നല്ല വിത്തുകൾ ഇതെല്ലാം എങ്ങനെ അഗ്രോണമി പ്രാക്ടീസ് മാറ്റിയിട്ട് അതുകൊണ്ടാണോ? സർ, ഇത് സമഗ്രമായിട്ടുള്ള പരിപാടികളാണ്. ശാസ്ത്രീയമായ നെൽകൃഷി പരിചരണ രീതികൾ നമ്മൾ അത് ഒറ്റയടിക്ക് നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. ഘട്ടം ഘട്ടമായിട്ട് കൃഷിക്കാരെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഉൽപാദനക്ഷമത കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എങ്ങനെ കർഷകരെല്ലാം ഇങ്ങനെ സംഘമായിട്ട് അണിനിരത്താൻ സാധിച്ചത്? അതോ നേരത്തെ തന്നെ പാടശേഖര സംഘങ്ങൾ അവിടെ നിലനിന്നിരുന്നോ പ്രസിഡന്റ്? നേരത്തെ പാടശേഖര സംഘങ്ങൾ നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഇടക്കാലത്ത്
കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വരുന്ന കൃഷി ചെലവ് താങ്ങാനാവാതെ കർഷകർ കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് നമ്മൾ സമഗ്രമായ രീതിയിൽ നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ പാടശേഖര സമിതികളെല്ലാം പുനഃസംഘടിപ്പിക്കുകയും അവയെ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തു. എന്നിട്ടും നമ്മുടെ പഞ്ചായത്തിലെ 50 ഹെക്ടറിൽ നിന്ന് 73 ഹെക്ടർ. അപ്പോൾ മൊത്തം കൃഷിസ്ഥലത്തിന്റെ നോക്കുകയാണെങ്കിൽ നെല്ല് അത്ര പ്രധാനപ്പെട്ട ഒരു വിളയാണോ? നെല്ല് പ്രധാനപ്പെട്ട വിള തന്നെയാണ്. മൊത്തത്തിൽ എത്ര കൃഷിസ്ഥലം ഉണ്ടെന്ന് അറിയാമോ അവിടെ? നമ്മുടെ എല്ലാ വിളകളും കൂടിയിട്ട് 2400 ഹെക്ടർ. 2400 ഹെക്ടറിൽ 73 ഹെക്ടറേ ഉള്ളൂ. അപ്പൊ അത് പ്രധാന വിളയല്ല എന്ന് പറഞ്ഞാൽ 10% പോയിട്ട് എത്ര 3% ആയുള്ളൂ. ബാക്കി ഏതാണ് കൂടുതൽ വിളകള്? പച്ചക്കറി കൃഷി. പച്ചക്കറി പുരയുടെ കൃഷി തെങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൃഷിയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ തെങ്ങ് കൃഷിക്ക് വേണ്ടി നമ്മൾ വളരെ അധികം പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കി 2000 ചില്ലാനും ഹെക്ടറിലും 1800 ഹെക്ടർ തെങ്ങ് കൃഷിയാണ്. തെങ്ങ്. പിന്നെ അതിൽ ഇടവിളകളായിട്ട് കുരുമുളക്, അതെല്ലാം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇടവിളകൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടപ്പിലാക്കി വരുന്നുണ്ട്. പിന്നെ ശാസ്ത്രീയമായ വളപ്രയോഗം തെങ്ങിന് കൊടുക്കുന്നുണ്ട്. കൂൺ കൃഷി മാതിരിയുള്ളത് കണ്ടു, അതിൽ വളരെ സന്തോഷം തോന്നി. ഒന്നാമത് അതിന് സ്ഥലം കുറച്ച് മതി, അതിന് വേണ്ടത് ട്രെയിനിങ് ആണ്. പിന്നെ അതിന്റെ എന്താ പറയുക പ്രത്യേക പരിഗണനയൊക്കെ കൊടുത്ത് അതിനെ സംരക്ഷിച്ച് വളർത്തേണ്ടതാണ്. അപ്പൊ ഇതുമാതിരിയുള്ള ഈ ആധുനിക കൃഷി ചെയ്യാനായിട്ട് പച്ചക്കറി ആയാലും മൃഗസംരക്ഷണം അതിന് വല്ല സംവിധാനം ഉണ്ടോ പരിശീലനത്തിന്? ഉണ്ട് സാർ. നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ പദ്ധതികൾ, ഇപ്പൊ ആത്മ പോലെയുള്ള പരിശീലനം കൊടുക്കുന്ന പദ്ധതി ഉണ്ട്. അപ്പൊ നമ്മളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടാണ്. ആത്മയിൽ എന്താണ് ഈ പരിധി? ആത്മാന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കാണാവുന്നവർക്ക് അറിയില്ല, എന്ത് ആത്മാവാണെന്ന് വിചാരിക്കും. അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയാണ് ആത്മ. അപ്പൊ അത് മുഖേന കൃഷിക്കാർക്ക് പുതിയ വിവരങ്ങൾ, സാങ്കേതികമായ വിവരങ്ങൾ നൽകാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ഗവൺമെന്റ് കൊടുക്കും. ആരാണ് തരുന്നത്? ഡിസ്ട്രിക്ട് അഗ്രികൾച്ചർ ഓഫീസിനാണോ? ആത്മ എന്ന് പറഞ്ഞ ജില്ലാതലത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സമിതിയാണ്. എല്ലാ കാർഷിക സ്ഥാപനങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ളതാണല്ലേ ഈ ആത്മ? കൃഷി അനുബന്ധ മേഖലകളെല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകൾ നമ്മൾ ആത്മ അതുപോലെ മറ്റുള്ള ഏജൻസി വഴി കൊടുക്കും. ഇതിനുള്ള സാമ്പത്തിക സഹായം പഞ്ചായത്തിന്റെയും മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റുള്ള സ്കീമുകളും കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. NREGയുടെ കാര്യത്തിലെ 21 ദിവസമായിരുന്നു കഴിഞ്ഞ കൊല്ലം ശരാശരി ദിവസങ്ങൾ കൊടുത്തത്. അത് 33 ഉയർത്തി. 33 ആയിട്ടുണ്ട്. അത് കണ്ടു. പക്ഷേ ഇത്രയും വിപുലമായിട്ട് നിങ്ങൾ കാർഷിക രംഗത്ത് ഇടപെടുന്നത് കൊണ്ട് ഈ 33 നിന്നാ മതിയോ? 100 വരെ നിങ്ങൾക്ക് ആക്കിക്കൂടെ? ആവറേജ് 50 പേര് എത്തിയിട്ടുള്ള 254 പേരുണ്ട്. അല്ല, അതല്ല, ആവറേജാ ഞാൻ ചോദിച്ചു. ഇനിയും 33 നിന്ന് 100 പോകാൻ 3 ഇരട്ടി വർദ്ധിപ്പിക്കാന്നുള്ളതാണ്. 2009-10 ശക്തമായിട്ട് നമുക്ക് ഇതിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഫലം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന കൊല്ലത്തേക്ക് 3 കോടിയുടെ ആക്ഷൻ പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖല വളരെ നന്നായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. അവിടെ അൺഎയ്ഡഡ് സ്കൂളുകളുണ്ടോ പഞ്ചായത്തിലെ? രണ്ടെണ്ണം. ഒരുപാട് കൊഴിഞ്ഞുപോക്കുണ്ടോ സർക്കാർ സ്കൂളിൽ നിന്ന് എയ്ഡഡ് സ്കൂളിൽ നിന്ന് അൺഎയ്ഡഡിലേക്ക്? കൊഴിഞ്ഞുപോക്ക് കുറച്ചു മുൻപേ ചെറിയ തോതിലുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തെ കൊഴിഞ്ഞുപോക്ക് കുറവാണ്. ഇപ്പൊ ഈ പുതിയ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബില്ല് വന്നു കഴിഞ്ഞാൽ LP-യില് 200-ഉം UP-യിൽ 220 ദിവസം ക്ലാസ് നടക്കണം എന്നാണ്. 1000 മണിക്കൂറും 1200 മണിക്കൂറും. അതിനെ സഹായിക്കുന്ന എന്തെങ്കിലും? അങ്ങനെ നഷ്ടപ്പെടുന്ന അധ്യയന ദിവസം മറ്റ് ദിവസങ്ങൾ കൂട്ടിയെടുത്തുകൊണ്ട് പരിഹരിക്കലുണ്ട്. അതിന് PEC പഞ്ചായത്ത് തല എഡ്യൂക്കേഷൻ കമ്മിറ്റി എല്ലാ മാസവും യോഗം ചേർന്ന് ഇത് വിലയിരുത്താറുണ്ട്. ഓരോ മാസവും വേണ്ട അധ്യയന ദിവസം ഏതാണ്, എത്രയാണ്, അതിൽ ഷോർട്ട് വന്നിട്ടുണ്ടോ, ആ ഷോർട്ട് എങ്ങനെ പരിഹരിക്കും തുടങ്ങിയ കാര്യങ്ങൾ. PEC 1ാം ക്ലാസ്സിലെത്തുന്ന കുട്ടികളിൽ എത്ര ശതമാനം പേര് 10-ലെത്തുന്നു എന്ന് നോക്കിയിട്ടുണ്ടോ? പൂർണ്ണമായും എത്തുന്നുണ്ട്. പൂർണ്ണമായും എത്തും. ശരി. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ മിനി ഡയറി യൂണിറ്റിനെ പറ്റിയാണ്. ഈ പശുക്കൾക്കുള്ള തീറ്റയുടെ എങ്ങനെയാ സൗകര്യം ഒരുക്കുന്നത്? തീറ്റപ്പുല്ല് വളർത്തുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? തീറ്റപ്പുല്ല് വളർത്തുന്നുണ്ട്. അതാരാ ചെയ്യുന്ന? കുടുംബശ്രീയാണോ? ഇവരെന്നെയാണോ? ഡയറി യൂണിറ്റ് ആണോ? കുടുംബശ്രീകളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിലം ഒരുക്കിയ സ്ഥലത്ത് വരമ്പുകളിൽ തീറ്റപ്പുല്ല് വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ആവശ്യമായ തീറ്റപ്പുല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കൂളുകളിൽ പാല് കൊടുക്കുന്നുണ്ടോ കുട്ടികൾക്ക്? സ്കൂളിൽ അംഗനവാടിയിൽ കൊടുക്കുന്നുണ്ട്. ഈ ഡയറി യൂണിറ്റ്സിൽ നിന്നുള്ള പാല് അംഗനവാടിയിലേക്ക് ഉപയോഗിക്കാറുണ്ടോ? അംഗനവാടികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതല്ല, ഈ ഇപ്പൊ നിങ്ങളുടെ ഇതിൽ വരുന്ന 2 ഡയറി യൂണിറ്റ്സിനെ പറ്റി പറഞ്ഞല്ലോ, അവിടെ നിന്നുള്ള പാല് എടുക്കാറുണ്ടോ എന്നുള്ള? പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലേ നമ്മൾ അംഗനവാടികളിൽ വിതരണം ചെയ്യുന്നുള്ളൂ. അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്.
ഇനി എനിക്കുള്ളത് ഇപ്പോൾ ഈ സ്ത്രീകൾ, കുടുംബശ്രീ സ്ത്രീകൾ നല്ലതായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്.